നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു പൊടി പുരട്ടി. എന്താ സ്വാദ് അറിയോ? അതോടൊപ്പം തന്നെ ഇഞ്ചി വെന്ത വെള്ളം അല്ലെങ്കിൽ വെന്ത പുളിവെള്ളം എന്നൊക്കെ പറയാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഡിഷാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ വലിയ 3-4 കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, ഒരു 3 ഉരുളക്കിഴങ്ങ്, ഒരു പൊടി പുരട്ടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ചേന ഒക്കെ നന്നായിട്ട് കഴുകി നുറുക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേന ചിലപ്പോൾ നന്നായിട്ട് വേവില്ല, അതുകൊണ്ടാണ് കുക്കറിൽ ഒരു വിസിൽ മതി. കുറച്ച് കുഴന്നാക്കിയിട്ട് ഈ പൊടി പുരട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നല്ല ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക്, ഇപ്രാവശ്യം വാങ്ങിയ പച്ചമുളകിന് പച്ച കളറല്ല, ഒരു വെള്ള കളർ മാതിരിയുള്ള കളറാണ്, പക്ഷേ അസല് പച്ചമുളക് നല്ല എരിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം പൊടി പുരട്ടി, അപ്പോൾ ഇതിലിടാനുള്ള പൊടിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ നോക്കണം കേട്ടോ. 1/4 ഗ്ലാസ് വെള്ളം അത്രമാത്രം മതി, ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ചേന വേവും, പക്ഷേ എന്നാലും ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അത് കാരണം കുറച്ച് സമയം എടുക്കുക, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുക്കറിലിടുന്നത്. അപ്പോൾ ഒരു വിസിലടുപ്പിച്ച് കൊണ്ടുവരാം. ഈ പൊടി പുരട്ടിയിലേക്ക് ഇടാനുള്ള പൊടി ഇത് ഞാനിവിടെ പൊടിച്ച് വെച്ചതുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും പൊടിക്കുന്നില്ല. കുറച്ച് ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇനി പൊടിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ ഉഴുന്നാണ്. അതോടൊപ്പം തന്നെ കടലപ്പരിപ്പും തുവരപ്പരിപ്പും കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ വറ്റൽമുളക്, അതൊക്കെ എരിക്കനുസരിച്ച് എടുത്തോളൂ. പിന്നെ കായത്തിൻ്റെ പൊടി ഇടാം, അല്ലെങ്കിൽ വറക്കണ സമയത്ത് ചെറിയൊരു കഷ്ണക്കായ ഇടുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് അരി ഓപ്ഷനിലാട്ടോ, നമ്മൾ ഇഡ്ഡലിപ്പൊടിക്കൊക്കെ ഉണ്ടാക്കില്ല, അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് കറിവേപ്പില നന്നായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിപ്പൊടി അതിൻ്റെ അതേ കൂട്ട് തന്നെയാണ്, ഉഴുന്നുണ്ട്, പരിപ്പുണ്ട്, കടലപ്പരിപ്പും കൂടി ഞാൻ ചേർത്തു എന്ന് മാത്രം. ഞാൻ മിക്കവാറും ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ തുവരപ്പരിപ്പ് ഇല്ലെങ്കിൽ കുറച്ച് കടലപ്പരിപ്പും കൂടി കൂട്ടും. അപ്പം നമ്മൾ ഇഡ്ഡലിപ്പൊടി എന്ന് തന്നെ പറയാം. ആ ഇഡ്ഡലിപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നല്ലോണം ഒരു 1.5 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ച കാരണം മാത്രം പൊടിക്കുന്നില്ല. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളതൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയേ, എപ്പോഴും ഞാൻ ഇടുന്നത് കുരുമുളക് പൊടി. കുരുമുളക് നല്ലോണം ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, അപ്പോൾ അതുകൂടി പൊടിയിലുണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് മുന്തി നിൽക്കണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ പൊടിയും കൂടി എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചേനയും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്നിട്ടില്ല, ആറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പുളിയില്ലാത്ത കൂട്ടാനല്ലേ, അല്ലെങ്കിൽ പുളിയില്ലാത്ത ഡിഷാണല്ലോ. കൂട്ടാനെന്ന് പറയാൻ പറ്റില്ല, കൂട്ടാനും അല്ല ഉപ്പേരിയല്ല, ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. അല്ല, നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുക്കണം വെച്ചാൽ അങ്ങനെ ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഒരു അഴകുഴമ്പൻ മട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു പുളിയുള്ള സംഭവം, ഒന്നെങ്കിൽ ഒരു ചമ്മന്തിയോ പുളി അരച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിയുടെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. വലിയ 2 കഷ്ണം വലിയതായിരുന്നു ഇഞ്ചി കുനുകുന നുറുക്കിയിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഞാൻ കുറച്ച് പുളി, ഒരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം, പെട്ടെന്ന് തന്നെ സെറ്റായിക്കോളും. പൊടിയുപ്പല്ലേ. ഇനി നമ്മൾ പുളിയഞ്ചി എന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ വെന്ത ഇഞ്ചി വെള്ളം, അത് പറയാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര അതും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കൊളുത്തിട്ട് ഇങ്ങനെ ഒരു കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു പ്രാവശ്യം ഊക്കിയപ്പോഴേക്ക് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം, അല്ലാതെ എടുക്കാം. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടാനും അല്ല ഉപ്പേരിയല്ല, ആ ഒരു പരിവാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന്
തിള വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഒന്ന് യോജിപ്പാക്കണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കുത്താട്ടോ. മുളക് പൊടിയൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പൊടിച്ച പൊടിയിലെല്ലാം ഉണ്ട്. കുരുമുളകുണ്ട്, മുളകുണ്ട്, ആവി വരുന്ന കാരണം കേട്ടോ അങ്ങനെ ബ്ലിങ്ക് ആവണം. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പൊടി, ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ്, ഇട്ട് കൊടുക്കുക. കായുണ്ട്, കുരുമുളകുണ്ട്, ഉഴുന്നുണ്ട്, പരിപ്പുണ്ട്, കടലപ്പരിപ്പുണ്ട്, കുറച്ച് അരിയും കൂടി ഞാൻ ഇടയ്ക്ക് ഞാൻ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യും കേട്ടോ. അരിയും കൂടി വറുത്ത് പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പിലുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി പരിപാടിയൊന്നുമില്ല. ഇനിയാണ് മാസ്റ്റർ പീസ്, നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില, ഹായ്, നമ്മുടെ പൊടി പുരട്ടി റെഡിയായി. കണ്ടാൽ തന്നെ അറിയില്ല ഇതിൻ്റെ സ്വാദ് ഉണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്ര പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറയാം കേട്ടോ. കാരണം പുളിയിഞ്ചിക്കൊക്കെ എത്രയോ റെസിപ്പികൾ പുളിയിഞ്ചി നിങ്ങൾക്ക് കാണാം യൂട്യൂബിൽ. ഞാനും ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായി ക്രിസ്പിയ മാതിരി വറുത്ത്, കരിവേപ്പിൻ്റെ ഇല, മുളകൊക്കെ പാടെ വറുത്ത് എന്നിട്ടൊക്കെ അല്ലേ പുളി ഒഴിക്കുക. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ മൺചട്ടിയിലേക്ക് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതാണ്ട് കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറുക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് പരട്ടി വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, ഹായ്, ഇനി ഇങ്ങനെ ഇതിൽ കടന്നിട്ടൊന്ന് നന്നായിട്ടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇഞ്ചി വേവുള്ളൂ. ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ഒരു പച്ച ചുവ മുഴുവന് പോയിട്ടുണ്ടാവില്ല ഇഞ്ചിൽ. അപ്പോൾ ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിലിട്ട മുളക് വലിയൊരു എരി തോന്നുന്നില്ല. കാരണം നല്ല പുളിയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിനോടൊപ്പം തന്നെ കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിൽ നമ്മൾ പൊടികളൊന്നും ഇടണില്ലല്ലോ, അത് കുറുകൊന്നുമില്ല കേട്ടോ. അതാ പറയണേ, വെന്ത വെള്ളം, ഇഞ്ചി വെന്ത വെള്ളം, അതന്നെ, അത്ര പരിപാടിയുള്ളൂ. നന്നായിട്ടൊന്നാവട്ടെ കേട്ടോ. കണ്ടോ, ഇപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ചീവിയതാണ്, അത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ അവനവൻ്റെ ഇഷ്ടം. ചിലർക്ക് നല്ല മധുരം വേണ്ടിയില്ല, ചിലർക്ക് അധികം മധുരം വേണ്ടിയില്ല. എനിക്ക് വല്ലാതെ മധുരം ഇട്ട ഇഷ്ടമില്ല, എന്നാൽ ചെറിയൊരു മധുരം വേണേന്. അത് കാരണം ഞാൻ എൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതും കൂടി ഒന്ന് അലിഞ്ഞ് വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ഇഞ്ചി കഷ്ണങ്ങളൊക്കെ കടന്ന് ഡാൻസ് കളിക്കണുണ്ടോ. അപ്പോൾ ഇങ്ങനെ പാടുള്ളൂ. പുളിയിഞ്ചി മാതിരി കൊഴുകൊഴുവിനല്ല കേട്ടോ. ഇതാണ് ഇഞ്ചി വെള്ളം. ഒന്നായി വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഇരുന്നിട്ട് നന്നായിട്ട് തിളച്ചോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് വായിക്ക് നിങ്ങൾക്ക് സ്വാദില്ല എന്നൊക്കെ തോന്നുക വെച്ചാൽ സ്വാദം ഉണ്ടെങ്കിലും ആവാട്ടോ. ഇതേപോലെ ഒരു ചുളുക്ക് പണി ചെയ്ത് നോക്കൂ. പുളിയഞ്ചി മുളകാച്ചടി ഒന്നും വേണ്ട. അതിൻ്റെയൊക്കെ അതുക്കും മേലേന്ന് അറിയില്ലേ, അതാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചൂട് ചോറെടുക്കുക, അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക, മുളക് അങ്ങോട്ട് ഒട്ടയ്ക്കുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ പൊടി പുരട്ടി ഇതേമാതിരി കൂട്ടാനും അല്ല ഉപ്പേരിയല്ല, അതേപോലെ തന്നെ ആണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ഇഞ്ചി വെള്ളം, വെന്ത ഇഞ്ചി വെള്ളം എന്ന് പറയാം, പുളിയഞ്ചി എന്നല്ല. കണ്ടോ, ഇങ്ങനെ വെള്ളത്തോടെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് മെനു. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആദ്യം പൊടി പുരട്ടി കൂട്ടിയിട്ട് ഒരു ഉരുളാട്ടോ. നല്ല ചൂടുണ്ട്, ചോറും എല്ലാം ചൂടാണ്. കഴിച്ചോളൂ.
അപ്പോൾ ഇതിലേറെ ടേസ്റ്റാണ് ഈ സംഭവം. ഇഞ്ചി കഷ്ണം കണ്ടോ, പച്ചച്ചോവ ഉണ്ടാവും. പുളിയിഞ്ചി അല്ല, ഇതേമാതിരി പാർന്ന് കഴിക്കാനുള്ളതാണ്. മുളക് ഉടയ്ക്കുക, നല്ലൊരു മണം വരണം. കുഴയ്ക്കാൻ പറ്റില്ല, ഇത് കാരണം നല്ലോണം ഒഴിച്ചിട്ട് തന്നെ കഴിക്കണം. എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബായ്.